നാഗകന്യക 3യുടെ എപ്പിസോഡ് 26ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡോർ ബെല്ല് കേട്ട് സൈക്കിളാണ് ഡോർ ഓപ്പൺ ചെയ്യാൻ പോകുന്നത്. ഡോർ ഓപ്പൺ ചെയ്യുന്ന സൈക്കിളിന്റെ മുന്നിൽ വ്യോമും ഫാമിലിയും നിൽക്കുകയാണ്. ഈ കഴുകന്മാർക്ക് രൂപം മാറാൻ കഴിയും. വ്യോമും മഹിയുടെ കുട്ടിക്കാലം മുതലുള്ള ഫ്രണ്ടാണ്. വ്യോമിന്റെ അച്ഛനും സൈക്കിളും ഫ്രണ്ട്സ് ആയിരുന്നു. വ്യോമ് സൈക്കിളിന് അമ്മയെയും അനിയനെയും അനിയത്തിയെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ശേഷം അവരെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. വ്യോമും ഫാമിലിയും ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്തോ ഒരു പ്രത്യേക ലക്ഷ്യം നടത്താൻ വേണ്ടിയിട്ടാണ്. അവരുടെ കണ്ണുകൾ അവിടെ ആരെയോ അന്വേഷിക്കുന്നത് പോലെയാണ് തോന്നുന്നത്. ശേഷം അവിടേക്ക് മഹിയും യുവിയും ബേലയും വരുന്നു. മഹി വൈഫ് എന്ന് പറഞ്ഞ് ബേലയെ പരിചയപ്പെടുത്താൻ തുടങ്ങുന്നതിന് മുമ്പ് യുവി വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി എന്ന് പറഞ്ഞ് ബേലയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. മഹി വ്യോമിനെയും ഫാമിലിയെയും ബേലയ്ക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നു. വ്യോമും ഫാമിലിയും ബേലയെ നോക്കുന്നതിന് ബേലയ്ക്ക് എന്തോ പ്രത്യേകത തോന്നുകയാണ്. യുവിക്കും അതുപോലെ തന്നെ തോന്നുകയാണ്. മഹി അവർക്ക് റൂം കാണിച്ചു കൊടുക്കാമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്ന് അവരെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഈ സമയം നോക്കി യുവി ബേലയും വിളിച്ചുകൊണ്ട് പോയി മാറ്റി നിർത്തി വിക്രാന്തായി മാറി സംസാരിക്കുകയാണ്. അവർ രണ്ടുപേരുടെയും സംസാരത്തിൽ നിന്ന് രണ്ടുപേർക്കും വ്യോമിനെയും ഫാമിലിയെ ഡൗട്ട് ഉണ്ടെന്ന് മനസ്സിലാവുകയാണ്. തുടർന്ന് മഹി അവരെ റൂമിലേക്ക് ആക്കിയിട്ട് അവിടെ നിന്ന് പോകുന്നു. മഹി അവിടെ നിന്ന് പോയതിനു ശേഷം അവർ നാലുപേരും കഴുകന്മാരായി മാറുകയാണ്. മറുവശത്ത് റൂമിൽ പോകുന്ന വിക്രാന്തിന്റെ മുന്നിൽ പർപ്പിൾ നാഗമായ വിക്രാന്തിന്റെ അമ്മ വരുന്നു. വിക്രാന്ത് അമ്മയോട് എത്രയും പെട്ടെന്ന് തന്നെ ഒരു സാഹചര്യം ഒരുക്കി ബേലയെ കൊണ്ട് മഹിയെ കൊല്ലിക്കണം, എന്നിട്ട് വേണം ഈ ഫാമിലിയിലെ എല്ലാവരെയും കൊല്ലാൻ. ഇപ്പോൾ വന്നവർ ഉൾപ്പെടെ എല്ലാവരെയും കൊല്ലണമെന്ന് പറയുകയാണ് വിക്രാന്ത്. അടുത്ത സീനിൽ മഞ്ഞൾ ഫംഗ്ഷൻ നടക്കുകയാണ്. റൂമിൽ ബേല റെഡിയായി നിൽക്കുകയാണ്. ബേലയെ സുമിത്രയും വ്യോമിന്റെ അമ്മയും കൂടി വിളിച്ചുകൊണ്ട് പോകുന്നു. മഞ്ഞൾ ചടങ്ങിൽ യുവി സുമിത്രയോട് മഹി യുവിക്ക് മഞ്ഞൾ ഇട്ട് കൊടുക്കണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന സുമിത്ര ആ കാര്യം മഹിയോട് പറയുകയാണ്. മഹിക്കാണെങ്കിലോ നല്ലൊരു ചാൻസ് കിട്ടിയത് പോലെയാണ്. ബേലയ്ക്ക് ആദ്യം മഹി തന്നെ മഞ്ഞൾ ഇട്ട് കൊടുക്കണമെന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ ശ്രദ്ധ മാറാൻ വേണ്ടി മഹി മഞ്ഞൾ യുവിയുടെ കണ്ണിലും കൂടി തേച്ചു കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് ബേല. യുവിയുടെ മുഖത്തുള്ള മഞ്ഞൾ മാറ്റാൻ വേണ്ടി എല്ലാവരും നോക്കുന്ന സമയം മഹി ബേലയെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ടുപോയി മാറ്റി നിർത്തിയിട്ട് ബേലയുടെ മുഖത്ത് മഞ്ഞൾ തേച്ചു കൊടുക്കുകയാണ്. കുറച്ചു കഴിഞ്ഞ് യുവി ബേലയെ കാണുമ്പോൾ ബേലയുടെ മുഖത്ത് മഞ്ഞൾ കാണുന്ന യുവി കാര്യം ചോദിക്കുമ്പോൾ ബേല അറിയാതെ മുഖത്ത് തേച്ചതാണെന്ന് പറയുകയാണ്. ശേഷം എല്ലാവരും കൂടി ബേലയ്ക്ക് മഞ്ഞൾ തേച്ചു കൊടുക്കുകയാണ്. ഈ സമയം ബേലയുടെ പുറകിൽ വിക്രാന്തിന്റെ അമ്മയായ നാഗം വരുന്നുണ്ട്. ഈ കാര്യം ബേലയ്ക്ക് മനസ്സിലാകുന്നുണ്ട്. ബേലയ്ക്ക് പുറകിൽ ആരാണെന്ന് നോക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുകയാണ്. ശേഷം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബേല റൂമിൽ പോകുമ്പോൾ സുമിത്രയും വ്യോമിന്റെ അമ്മയും കൂടി ബേലയ്ക്ക് ഇടാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുകയായിരുന്നു. ബേലയെ കാണുന്ന അവർ രണ്ടുപേരും ബേല ഇട്ടിരിക്കുന്ന ഓർണമെന്റ്സ് എല്ലാം ഊരി മാറ്റുകയാണ്. ബേല കഴുത്തിൽ കിടക്കുന്ന ത്രിശൂലത്തിന്റെ ലോക്കറ്റുള്ള മാല ഇട്ടോട്ടെ എന്ന് സുമിത്രയോട് ചോദിക്കുമ്പോൾ സുമിത്ര ഒരു ഓർണമെന്റ്സ് ഇടേണ്ട എന്ന് പറഞ്ഞിട്ട് ആ മാല ഊരി വാങ്ങി ഒരു ബോക്സിൽ വെക്കുകയാണ്. ശേഷം ബേലയോട് ഫ്രഷ് ആയി വന്ന് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ട് അവർ രണ്ടുപേരും അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ ബേല ഫ്രഷ് ആയിട്ട് വരുന്ന സമയം രണ്ട് കഴുകന്മാർ ബേലയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതിൽ നിന്ന് ബേല രക്ഷപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന അവർ വിൻഡോ വഴി പുറത്തേക്ക് പോകുന്നു. അത് കണ്ട് ഷോക്കിൽ ബേല നിൽക്കുമ്പോൾ ബേലയുടെ മുന്നിൽ വിക്രാന്തിന്റെ അമ്മയായ നാഗം വരികയാണ്. ആ പർപ്പിൾ നാഗം ബേലയുടെ നെറ്റിൽ കൊത്തുകയാണ്. അപ്പോൾ ബേല ആ നാഗത്തിന്റെ കൺട്രോളിലാകുന്നു. ശേഷം ആ നാഗം ഈ സന്തോഷ വാർത്ത വിക്രാന്തിനെ അറിയിക്കുകയാണ്. ആ വാർത്ത കേട്ട് സന്തോഷം കൊണ്ട് എന്ത് പറയണമെന്നറിയാതെ നിൽക്കുകയാണ് വിക്രാന്ത് പർപ്പിൾ നാഗത്തിനോട് ഇനി ബേല മഹിയെ കൊല്ലും, അപ്പോൾ ബേലയുടെ നാഗറാണി പദവി നഷ്ടപ്പെടും, പിന്നെ നാഗമാണിക്ക് നമുക്ക് സ്വന്തമാകും, ഞാൻ നാഗരാജാവാകും എന്നൊക്കെ പറഞ്ഞ് സന്തോഷം കൊണ്ട് മതിമറന്ന് നിൽക്കുകയാണ് വിക്രാന്ത്. അടുത്ത സീനിൽ വിവാഹ മണ്ഡപത്തിൽ എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അവിടെ വ്യോമും ഫാമിലിയും നിൽക്കുന്നതും അവരുടെ മുഖഭാവവും കണ്ട് യുവിക്ക് ഡൗട്ട് തോന്നുകയാണ്. ശേഷം യുവി ബേലയുടെ അടുത്തേക്ക് പോകുന്നു. റൂമിന്റെ അകത്ത് കയറുന്ന യുവി വിക്രാന്തായി മാറുന്നു. റൂമിൽ ബേല വിവാഹത്തിന് വേണ്ടി റെഡിയായി ഇരിക്കുകയാണ്. ബേലയുടെ അടുത്ത് പോകുന്ന വിക്രാന്ത് ബേലയോട് നമ്മുടെ ലക്ഷ്യം നടത്തേണ്ട സമയമായി, റാണി അമ്മയെ മഹി കൊന്നത് നിനക്ക് മറക്കാൻ കഴിയില്ല എന്ന് എനിക്കറിയാം, ഇന്ന് തന്നെ നമുക്ക് മഹിയെ
മഹിയെ കൊല്ലണം. ഞാൻ എന്തെങ്കിലും കാരണമുണ്ടാക്കി മഹിയെ പഴയ പാലസിൽ വരുത്താം. നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്തു പോയി മഹിയെ കൊന്നിട്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു വരണമെന്ന് പറയുകയാണ്. വിക്രാന്ത് പറയുന്നതിനെല്ലാം ബേല പാവയെ പോലെ തല അനക്കിയിരിക്കുകയാണ്. അതെല്ലാം കാണുന്ന വിക്രാന്തിന് സന്തോഷം തോന്നുകയാണ്. ശേഷം യുവിയായി മാറി വിക്രാന്ത് അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ മഹിയെ വിക്രാന്ത് മറഞ്ഞു നിന്ന് ഫോണിൽ വിളിക്കുകയാണ്. പഴയ പാലസിൽ വർക്ക് ചെയ്യുന്നതിനിടയിൽ ഒരു വർക്കറിന് ആക്സിഡന്റ് സംഭവിച്ചു, പെട്ടെന്ന് വരണമെന്ന് പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന മഹി അവിടെ നിന്ന് പോകുന്നു. ഈ സമയം റൂമിൽ ഇരിക്കുന്ന ബേലയെ കുഹു മണ്ഡപത്തിലേക്ക് വിളിച്ചു കൊണ്ടുവരികയാണ്. യുവി മണ്ഡപത്തിൽ ഇരിക്കുകയാണ്. മണ്ഡപത്തിൽ ഇരിക്കുന്ന യുവി തലപ്പാവ് വച്ചതിന് ശേഷം വിക്രാന്തായി മാറുകയാണ്. എങ്ങനെയെങ്കിലും ബേലയ്ക്ക് പാലസിൽ പോകാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണമെന്ന് വിചാരിക്കുന്ന വിക്രാന്ത് ആർജയെ വിളിച്ചിട്ട് ആർജയോട് കുഹു ഹൈ ഹീൽ ചെരുപ്പാണ് ഇട്ടിരിക്കുന്നത്, അത് കുഹുവിന് ഡേഞ്ചർ ആണെന്ന് പറയുന്നത് കേൾക്കുന്ന ആർജെ കുഹുവിനെ വിളിച്ചുകൊണ്ട് റൂമിലേക്ക് പോവുകയാണ്. ഈ സമയം നോക്കി ബേല ആരും കാണാതെ പോകാൻ ശ്രമിക്കുമ്പോൾ സുമിത്രയും എല്ലാവരും കൂടി ബേലയെ മണ്ഡപത്തിൽ പോയി യുവിയുടെ അടുത്ത് ഇരുത്തുകയാണ്. മറുവശത്ത് പാലസിൽ വരുന്ന മഹി അവിടെ വർക്കേഴ്സ് ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കുകയാണ്. ശേഷം ഫോണിൽ വിളിച്ചു നോക്കുന്നുണ്ട്. അവിടെ ആരെയും കാണാത്തതിൽ ടെൻഷൻ അടിച്ചു നിൽക്കുകയാണ് മഹി. മണ്ഡപത്തിൽ ബേല ഇരിക്കുന്നത് കാണുന്ന വിക്രാന്ത് കുറച്ചു സമയം കൂടി മാത്രമേ ബേല നമ്മുടെ കൺട്രോളിൽ നിൽക്കുകയുള്ളൂ, അതിനുള്ളിൽ എങ്ങനെയെങ്കിലും മഹിയെ കൊല്ലണമെന്ന് പറഞ്ഞ് ആലോചിച്ചിരിക്കുകയാണ് വിക്രാന്ത്. ശേഷം വിവാഹ ചടങ്ങുകൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ചടങ്ങ് നടക്കുന്നതിനിടയിൽ വ്യോമും കുടുംബവും മാറി നിൽക്കുകയാണ്. അവർ കഴുകന്മാരായി മാറി ലക്ഷ്യം നടത്താൻ വേണ്ടി അവിടെ നിന്ന് പറന്നു പോവുകയാണ്. മറുവശത്ത് ചടങ്ങ് നടക്കുന്നതിനിടയിൽ കിച്ചണിൽ പോകുന്ന സ്റ്റാഫിനെ അവിടെ വരുന്ന പർപ്പിൾ നാഗം തീ ഊതുകയാണ്. അപ്പോൾ ആ സ്റ്റാഫിന്റെ ശരീരത്തിൽ തീ പിടിക്കുകയും അത് കണ്ട് എല്ലാവരും പേടിച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. എല്ലാവരുടെയും ശ്രദ്ധ മാറിയെന്ന് മനസ്സിലാക്കുന്ന വിക്രാന്ത് ബേലയെ ആരും കാണാതെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. ശേഷം എല്ലാവരും കൂടി ആ സ്റ്റാഫിന്റെ ശരീരത്തിലെ തീ അണയ്ക്കുകയാണ്. മറുവശത്ത് മഹിക്ക് ആരോ പറ്റിച്ചതാണെന്ന് മനസ്സിലാവുകയാണ്. ബേലയെ ഫോണിൽ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞ് മഹി ഫോൺ എടുക്കുമ്പോൾ അവിടേക്ക് ബേല വരികയാണ്. അവിടെ സീൻ കട്ട് ചെയ്ത ശേഷം അടുത്ത സീനിൽ വിക്രാന്ത് പാലസിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. പാലസിൽ വരുന്ന വിക്രാന്ത് റൂഹിയെ വിളിക്കുകയാണ്. അപ്പോൾ വിക്രാന്തിന്റെ മുന്നിൽ റൂഹി വരുന്നു. റൂഹിയുടെ കയ്യിലും ശരീരത്തിലും എല്ലാം ബ്ലഡ് കാണുന്ന വിക്രാന്ത് സന്തോഷത്തോടെ നിൽക്കുകയാണ്. ബേല മഹിയെ കൊന്നു എന്നാണ് വിക്രാന്ത് വിചാരിച്ചിരിക്കുന്നത്. വിക്രാന്ത് ബേലയോട് ഇന്ന് നടന്നത് ഞാൻ വർഷങ്ങളായി നടക്കാൻ ആഗ്രഹിച്ച കാര്യമാണ്. ഇന്ന് നാഗറാണിയായ ബേല നിരപരാധിയായ മഹിയെ കൊന്നു. ഇനി മുതൽ നാഗറാണി പദവി ബേലയ്ക്ക് ഉണ്ടാവില്ല. വർഷങ്ങളായി ഞങ്ങൾ ശേഷനാഗങ്ങളുടെ അടിമയായി കഴിയുകയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് ഈ പാപം ചെയ്യിച്ചത്. നീ ഇപ്പോൾ സ്വബോധത്തിലല്ലാത്തത് കൊണ്ട് നിനക്കൊന്നും മനസ്സിലാവില്ല. നിനക്ക് സ്വബോധം തിരിച്ചു കിട്ടുമ്പോൾ നീ ചെയ്ത തെറ്റിനെ കുറിച്ച് ഓർമ്മിച്ച് നിനക്ക് കുറ്റബോധം തോന്നും. നീ ആ കുറ്റബോധത്തിൽ ജീവിക്കുമ്പോൾ ഞാൻ നാഗരാജാവായി മാറുമെന്നൊക്കെ പറയുന്നത് കേൾക്കുന്ന ബേല വിക്രാന്തിനോട് ഇനി മുതൽ എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് ബേല വിക്രാന്തിനെ അടിക്കുകയാണ്. എന്നിട്ട് വിക്രാന്തിനോട് എന്റെ മനസ്സിൽ നിന്നോടുണ്ടായിരുന്ന എല്ലാം അവസാനിച്ചു. ഞാൻ ഫൂളാണെന്ന് നീ വിചാരിച്ചു. ഞാൻ മുഴുവൻ നാഗലോകത്തിലെയും നാഗറാണിയാണ്. അങ്ങനെയുള്ള എന്നെ ചതിക്കാമെന്ന് നീ വിചാരിച്ചു. നാഗലോകത്തെ സംരക്ഷിക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ എന്റെ പ്രണയത്തെയും എനിക്ക് സംരക്ഷിക്കാൻ കഴിയും. എന്നെ നിനക്ക് മനസ്സിലാക്കാനും മഹിയെ കൊല്ലാനും ഇനിയും 100 വർഷം കഴിഞ്ഞു വന്നാലും നിനക്ക് കഴിയില്ല. ഞാനുള്ളിടത്തോളം കാലം മഹിയുടെ അടുത്ത് മരണം പോലും വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇത് മഹിയുടെ ബ്ലഡ് അല്ല. മഹി ഇപ്പോൾ എവിടെയാണെന്ന് നിനക്ക് ഒരിക്കലും വിചാരിക്കാൻ പോലും കഴിയില്ല. ഇതെല്ലാം ഞാൻ ഒരിക്കൽ നിനക്കെതിരെയുള്ള ചതിയായിരുന്നു എന്നൊക്കെ പറയുകയാണ് ബേല. അത് കേട്ട് ചിരിക്കുകയാണ് വിക്രാന്ത്. എന്നിട്ട് വിക്രാന്ത് ബേലയോട് എന്ത് പറഞ്ഞാലും നിന്റെ ജീവിതത്തിൽ ഇനി ഞാൻ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ നിന്റെ ഹസ്ബൻഡ് ആണ്. എല്ലാവരുടെ മുന്നിൽ വെച്ച് നമ്മുടെ വിവാഹം ആചാര അനുഷ്ഠാനങ്ങളോടും കൂടി നടന്നതാണ്. ഞാൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്നതെന്ന് പറയുകയാണ് വിക്രാന്ത്. അത് കേൾക്കുന്ന ബേല നീ കെട്ടിയ താലി എവിടെയെന്ന് വിക്രാന്തിനോട് ചോദിക്കുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വിക്രാന്ത്. ബേല വിക്രാന്തിനോട് വിക്രാന്ത് വിവാഹം കഴിച്ചത് ശരിയാണ്, താലി കെട്ടിയതും നടന്നത് തന്നെയാണ്, പക്ഷേ മണ്ഡപത്തിൽ ഇരുന്നത് ഞാനല്ല എന്ന് പറയുകയാണ്. അത്
കേട്ട് ഞെട്ടി നിൽക്കുകയാണ് വിക്രാന്ത്. അപ്പോൾ വിക്രാന്ത് എന്ന് വിളിച്ചുകൊണ്ട് അവിടേക്ക് വിശാഖ വരികയാണ്. വിശാഖയെ മണവാട്ടി വേഷത്തിൽ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വിക്രാന്ത്. വേല വിക്രാന്തിനോട്, വിക്രാന്ത് പറഞ്ഞു വിട്ട നാഗം എന്നെ കൊത്തിയത് ശരിയാണ്, പക്ഷെ എന്റെ കയ്യിൽ തൃശൂലത്തിന്റെ ലോക്കറ്റ് ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്ക് ആ വിഷം കൊണ്ട് ഒരു മാറ്റവും സംഭവിച്ചില്ല. ഞാൻ വിക്രാന്തിന്റെ കൺട്രോളിലല്ലായിരുന്നു. എനിക്കെല്ലാം ഓർമ്മയുണ്ടായിരുന്നു. 100 വർഷത്തെ സ്നേഹത്തിന്റെ കണക്ക് നീ എപ്പോഴും പറയില്ലേ വിക്രാന്ത്? നിന്റെ സ്നേഹത്തിൽ ചതിയും വഞ്ചനയും പ്രതികാരവും അത്യാഗ്രഹവും എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ മഹിയുടെ സ്നേഹത്തിൽ ഇതൊന്നുമില്ല. മഹി എന്നിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. മഹിക്ക് എന്നോട് പ്രതികാരവുമില്ല. മഹിയുടെ സ്നേഹമാണ് യഥാർത്ഥ സ്നേഹം എന്നൊക്കെ പറയുന്നത് കേട്ട് വിക്രാന്തിന് ദേഷ്യം വരികയാണ്. ഇതെല്ലാം കേട്ട് വിശാഖ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ഈ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. കുഹു ബേലയെ വിളിച്ചുകൊണ്ട് മണ്ഡപത്തിലേക്ക് വരുന്ന വഴി കുഹുവിനെ ആർജെ വിളിച്ചുകൊണ്ട് പോയ സമയം നോക്കി ബേല തിരിച്ച് റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ അവിടെ വിശാഖ വരുന്നു. വിശാഖ ബേലയെ വിവാഹ വേഷത്തിൽ കണ്ട് ഞെട്ടി നിൽക്കുകയാണ്. വിശാഖയെ കാണുന്ന ബേല വിശാഖയോട് ഒരു ഹെൽപ്പ് വേണമെന്നും മണ്ഡപത്തിൽ എനിക്ക് പകരം കുറച്ചു നേരം ഇരിക്കണമെന്നും വിക്രാന്തിനെയാണ് ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്നതെന്നും വിക്രാന്ത് മഹിയെ കൊല്ലാൻ വേണ്ടി പഴയ പാലസിലേക്ക് പോകാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും പറയുകയാണ്. ഇത് കേൾക്കുന്ന വിശാഖ ബേലയോട് ബേലയെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടേക്ക് വന്നതെന്നും പറയുകയാണ്. അപ്പോൾ ബേല വിവാഹ ഡ്രസ്സ് എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് വിശാഖയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ട് ബേല അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യം വരുന്ന വിക്രാന്ത് ബേലയോട് എന്നെ ചതിച്ചത് ശരിയായില്ല ബേല എന്ന് പറഞ്ഞ് വിക്രാന്ത് പകുതി നാഗമായി മാറുകയാണ്. അത് കാണുന്ന വിശാഖ വിക്രാന്തിനോട് ബേല ചെയ്തത് തെറ്റ് തന്നെയാണ്, എന്നാലും നീ എന്നെയല്ലേ വിവാഹം കഴിച്ചത്, പിന്നെ എന്തിനാണ് നിനക്ക് പ്രോബ്ലം, എന്തിനാണ് ദേഷ്യപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് വീണ്ടും വിക്രാന്ത് വയലന്റ് ആവുകയാണ്. വിക്രാന്ത് വയലന്റ് ആകുന്നത് കാണുന്ന ബേല പകുതി നാഗമായി മാറുന്നു. ശേഷം രണ്ടുപേര് ഫൈറ്റ് ചെയ്യുകയാണ്. അവസാനം ബേല 5 തലയുള്ള നാഗമായി മാറി വിക്രാന്തിനെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് വിക്രാന്തിനോട് നാഗറാണിയോടാണ് നീ എതിർക്കാൻ തീരുമാനിച്ചതെങ്കിൽ നിനക്ക് അതിനുള്ള ശിക്ഷ കിട്ടുക തന്നെ ചെയ്യുമെന്ന് ദേഷ്യത്തോടെ അലറിക്കൊണ്ട് പറയുകയാണ് ബേല. ആ സമയം മുകളിൽ നിന്ന് നാഗങ്ങൾ അവിടേക്ക് വീഴുകയാണ്. അതിൽ അരവിന്ദും ഉണ്ടായിരുന്നു. ആരോ നാഗങ്ങളെ എല്ലാവരെയും ഉപദ്രവിച്ച് അവിടേക്ക് കൊണ്ടിട്ടതാണ്. അത് ആരാണെന്ന് പറയുന്നതിന് മുമ്പ് അരവിന്ദ് മരിക്കുകയാണ്. ആ സമയം മുകളിലൂടെ കഴുകന്മാർ പറന്നു പോകുന്നത് ബേല കാണുന്നു. ആ കഴുകന്മാർ വ്യോമും ഫാമിലിയും ആയിരുന്നു. അവർ വന്നത് ബേലയോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ്. പ്രതികാരം എന്തിനാണെന്ന് പറയുന്നില്ല. മറുവശത്ത് മണ്ഡപത്തിൽ വെച്ച് നടന്ന സംഭവത്തെ കുറിച്ച് പറഞ്ഞ് പേടിച്ചു നിൽക്കുകയാണ് എല്ലാവരും. അപ്പോൾ അവിടേക്ക് ബേലയും മഹിയും വരുന്നു. ബേലയുടെ ഡ്രസ്സ് കാണുന്ന എല്ലാവരും വിവാഹം കഴിഞ്ഞ് ഇങ്ങനെയാണോ വരുന്നതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന മഹി, വിവാഹം കഴിഞ്ഞവർ ഇപ്പോൾ ഇവിടേക്ക് വരും, നമുക്ക് അവരെ ചടങ്ങ് അനുസരിച്ച് തന്നെ അകത്തേക്ക് കയറ്റണമെന്ന് പറയുകയാണ്. അത് കേട്ടിട്ട് ആർക്കും ഒന്നും മനസ്സിലാവാതെ നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് യുവിയും വൈഫും വരുന്നു. ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. യുവി വിവാഹം കഴിച്ചത് വിശാഖ എന്ന വിഷിനെയാണെന്ന് അറിഞ്ഞ് എല്ലാവരും ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുകയാണ്. യുവിയുടെ അടുത്ത് വിശാഖ നിൽക്കുന്നത് കണ്ട് സുമിത്രയ്ക്ക് ദേഷ്യം വരികയാണ്. സുമിത്ര യുവിയോട് ബേലയെ വിവാഹം കഴിക്കണമെന്ന് പറഞ്ഞ് മഹിയെയും ബേലയെയും പിരിച്ചിട്ട് നീ ഇങ്ങനെ ചെയ്തത് എന്തിനാണെന്ന് ചോദിക്കുകയാണ്. മഹിയേട്ടനെയും ബേലയെയും പിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല, അവർ തന്നെയാണ് ഒരുമിച്ച് ജീവിക്കേണ്ടത് എന്നൊക്കെ പറയുകയാണ് യുവി. യുവി പറഞ്ഞ കാര്യം ഇഷ്ടപ്പെട്ടില്ല എങ്കിലും സുമിത്ര സമ്മതത്തോടെ നിൽക്കുകയും സുമിത്ര ആരതി ഒഴിഞ്ഞ് അവരെ രണ്ടുപേരെയും അകത്തേക്ക് കയറ്റുകയും ചെയ്യുകയാണ്. ഇനി ആർക്കും അവരെ പിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് മഹിയും ബേലയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിൽ വിക്രാന്തും വിശാഖയും തമ്മിൽ തർക്കിക്കുകയാണ്. വിശാഖ വിക്രാന്തിനോട് മരിക്കാൻ വേണ്ടി എന്നെ അവിടെ ഇട്ടിട്ട് പോകാൻ എങ്ങനെയാണ് വിക്രാന്തിന് മനസ്സ് വന്നത്, എന്ത് തന്നെ ആയാലും ഞാൻ ആഗ്രഹിച്ചത് തന്നെയാണ് നടന്നത് എന്നൊക്കെ പറയുകയാണ് വിശാഖ. വിക്രാന്ത് ബേല ചതിച്ചതിന്റെ ദേഷ്യത്തിലും വിശാഖയെ വിവാഹം കഴിക്കേണ്ടി വന്നതിന്റെ ദേഷ്യത്തിലും നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ബേല വരുന്നു. ബേല അവരോട് നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് തർക്കിക്കാനുള്ള സമയമല്ല, നമ്മുടെ നാഗവംശത്തിന് തന്നെ പുതിയൊരു ശത്രു ഉണ്ടായിരിക്കുകയാണ്, അത് ആരാണെന്ന് കണ്ടുപിടിക്കണം, അതാണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്, നിങ്ങൾ രണ്ടുപേരും എന്റെ കൂടെ നിൽക്കണമെന്ന് പറയുകയാണ് ബേല. വിശാഖയും വിക്രാന്തും ബേലയുടെ കൂടെ നിൽക്കാമെന്ന് വാക്കു കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് വ്യോമും ഫാമിലിയും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ശേഷം വിശാഖയെയും യുവിയെയും എല്ലാവരും കൂടി റൂമിലേക്ക് കയറ്റി വിടുകയാണ്. യുവി ആരോടും ഒന്നും പറയാതെയാണ് റൂമിന്റെ അകത്തേക്ക് പോകുന്നത്. യുവി ഡോർ അടയ്ക്കുന്നത് കാണുന്ന മറ്റെല്ലാവരും അവിടെ നിന്നും പോകുന്നു. റൂമിന്റെ
റൂമിനകത്ത് കയറുന്ന വിക്രാന്തിന്റെ അടുത്ത് വിശാഖ സ്നേഹത്തോടെ നിൽക്കുന്നത് കണ്ട് ദേഷ്യം വരുന്ന വിക്രാന്ത് പകുതി നാഗമായി മാറി വിശാഖയോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുകയും അത് കേട്ട് ദേഷ്യം വരുന്ന വിശാഖയും പകുതി നാഗമായി മാറുകയാണ്. ശേഷം അവർ രണ്ടുപേരും അടികൂടുകയാണ്. പകുതി നാഗമായി മാറിയും അല്ലാതെയും അവർ പരസ്പരം അടികൂടുകയാണ്. യുവിയുടെ റൂമിൽ നിന്നുള്ള സൗണ്ട് എല്ലാവരും കേൾക്കുകയാണ്. അതെല്ലാം കേട്ട് അവർ തെറ്റിദ്ധരിക്കുകയാണ്. ഇപ്പോൾ എല്ലാവരും കേൾക്കുന്ന സൗണ്ട് യുവിയുടെ സ്നേഹമല്ല, വിക്രാന്തിന്റെ ദേഷ്യമാണെന്നുള്ള സത്യം ബേലയ്ക്ക് മാത്രം അറിയാം. മറുവശത്ത് വിശാഖ വിക്രാന്തിനെ പറഞ്ഞ് മനസ്സിലാക്കാനും വിക്രാന്തിന്റെ ദേഷ്യം കുറയ്ക്കാനും നോക്കുകയാണ്. ബേലയുടെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി വിക്രാന്ത് പറഞ്ഞിട്ടാണ് നാഗലോകത്തു നിന്നും വിശാഖ ബേലയുടെ അടുത്തേക്ക് വന്നത്. വിക്രാന്തിന് വേണ്ടി ഞാൻ എന്തെല്ലാമാണ് ചെയ്തത്, പക്ഷെ വിക്രാന്ത് എന്നെ ചതിച്ചു. എന്നെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് വിക്രാന്ത് പോയി. എനിക്ക് വിക്രാന്തിനെ ഒത്തിരി ഇഷ്ടമായിരുന്നു. വിക്രാന്ത് ഇപ്പോൾ എന്റെ ഫ്രണ്ട് അല്ല, ഹസ്ബൻഡ് ആണ് എന്നൊക്കെ പറയുകയാണ് വിശാഖ. നിന്നിൽ നിന്ന് ഞാൻ ഈ ചതി ഒട്ടും പ്രതീക്ഷിച്ചില്ല വിശാഖ. നീ എന്റെ നല്ലൊരു ഫ്രണ്ട് ആണെന്നാണ് വിചാരിച്ചത്. ഇപ്പോൾ ഈ സംഭവത്തോടെ ബേലയ്ക്ക് നമ്മുടെ രഹസ്യങ്ങളെല്ലാം മനസ്സിലായി. ഞാൻ നാഗരാജാവാകാൻ ആഗ്രഹിച്ചതെല്ലാം ബേലയ്ക്ക് അറിയാമെന്ന് പറയുകയാണ് വിക്രാന്ത്. ആ കാര്യം മാത്രമല്ലേ അറിയാവൂ, നമ്മൾ നാഗമണിക്ക് സ്വന്തമാക്കാൻ ആഗ്രഹിച്ച കാര്യം ബേലയ്ക്ക് അറിയില്ലല്ലോ. നമുക്ക് ഇനിയും അവസരമുണ്ട്. ബേലയെ ചതിച്ച് നാഗമണിക്ക് നമുക്ക് സ്വന്തമാക്കാം എന്നൊക്കെ പറയുമ്പോൾ അത് കേൾക്കുന്ന വിക്രാന്തിന്റെ ദേഷ്യം കുറയുകയാണ്. ഈ സമയം അവരുടെ റൂമിന്റെ പുറത്തു നിന്ന് പക്ഷികളുടെ ചിറകിന്റെ സൗണ്ട് കേൾക്കുന്ന വിക്രാന്ത് പുറത്തേക്ക് പോവുകയാണ്. സൗണ്ട് കേൾക്കുന്ന ഭാഗത്തേക്ക് പോകുന്ന വിക്രാന്ത് ഒരു കഴുകനെ കാണുകയാണ്. കഴുകനെ കാണുന്ന വിക്രാന്ത് നാഗമായി മാറി കഴുകന്റെ കാലിൽ വാലുകൊണ്ട് ചുറ്റിപ്പിടിച്ച് കഴുകനെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. കഴുകനും നാഗത്തിനെ ഉപദ്രവിക്കുന്നുണ്ട്. കഴുകന്റെയും നാഗത്തിന്റെയും ഫൈറ്റിന്റെ സൗണ്ട് ബേല കേൾക്കുകയാണ്. അത് കേൾക്കുന്ന ബേല റൂമിന്റെ പുറത്ത് വരുമ്പോൾ വിശാഖയും റൂമിന്റെ പുറത്ത് വരികയാണ്. ബേലയെ കാണുന്ന വിശാഖ ബേലയോട് കാര്യങ്ങൾ പറയുകയാണ്. അത് കേട്ട് ഡൗട്ട് തോന്നുന്ന അവർ രണ്ടുപേരും നാഗമായി മാറി അവിടെ നിന്ന് പോവുകയാണ്. ഈ സമയം കഴുകനെയും കൊണ്ട് നാഗവും പോവുകയാണ്. അവസാനം അവരെല്ലാവരും ഓൾഡ് പാലസിൽ വരികയാണ്. അവിടെ വെച്ച് 3 പേരും പകുതി നാഗമായി മാറുകയാണ്. കഴുകനെ കണ്ട് ദേഷ്യം വരുന്ന ബേല കഴുകനോട് നീ ആരാണ്, നീ നിന്റെ യഥാർത്ഥ രൂപത്തിൽ വരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന കഴുകൻ ബേലയോട് നാഗറാണിക്ക് കേസിനെ ഓർമ്മയുണ്ടോ, കേസിനോട് നീ എന്താണ് ചെയ്തതെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ, ഇല്ലെങ്കിൽ എല്ലാം ഓർമ്മ വരുത്താനാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറയുകയും വിക്രാന്തിനെ ഉപദ്രവിച്ചിട്ട് കഴുകൻ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. ഇതെല്ലാം കണ്ട് ബേല ദേഷ്യത്തോടെ നിൽക്കുകയാണ്. അടുത്ത സീനിയർ റൂമിൽ വരുന്ന മഹി ബേല വിഷമിച്ച് നിൽക്കുന്നത് കണ്ട് കാര്യം ചോദിക്കുകയാണ്. ഞാൻ നല്ലതിനു വേണ്ടി ചെയ്ത ഒരു കാര്യം അത് തിരിച്ച് ഇപ്പോൾ എനിക്ക് നേരെ വന്നിരിക്കുകയാണ്. ഇതിനെ കുറിച്ച് എങ്ങനെയാണ് മഹിയോട് പറയുന്നതെന്ന് മനസ്സിന് പറഞ്ഞു നിൽക്കുകയാണ് ബേല. മഹി ബേലയോട് വിഷമിക്കേണ്ട ബേല, എന്ത് പ്രോബ്ലം ആയാലും അതിന് സൊല്യൂഷൻ ഉണ്ടാകുമെന്ന് പറയുകയാണ് മഹി. അത് കേട്ട് സമാധാനത്തോടെ നിൽക്കുകയാണ് ബേല. മറുവശത്ത് റൂമിൽ വരുന്ന വിക്രാന്ത് കാര്യമൊന്നുമില്ലാതെ വെറുതെ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിക്രാന്തിന്റെ സ്വഭാവത്തിൽ ഡൗട്ട് തോന്നുന്ന വിശാഖ വിക്രാന്തിന്റെ അടുത്തേക്ക് പോകുമ്പോൾ കഴുകന്റെ നഖത്തിന്റെ അടയാളം വിക്രാന്തിന്റെ കഴുത്തിൽ കാണുന്ന വിശാഖ വിക്രാന്തിന്റെ ശരീരത്തിൽ കഴുകന്റെ നഖത്തിലുള്ള വിഷം കയറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വിക്രാന്തിന്റെ സ്വഭാവത്തിന് മാറ്റം സംഭവിച്ചതെന്ന് മനസ്സിലാക്കുന്ന വിശാഖ വിക്രാന്തിന്റെ ശരീരത്തിലെ വിഷം തിരിച്ചെടുക്കുകയാണ്. ഇപ്പോൾ ആ വിഷം വിശാഖയുടെ ശരീരത്തിലുമുണ്ട്. അതുകൊണ്ട് തന്നെ വിശാഖയും ചിരിച്ചു നിൽക്കുകയാണ്. ശേഷം രണ്ടുപേരും സോങ് ഇട്ട് ഡാൻസ് ചെയ്യുകയാണ്. അവർ രണ്ടുപേരും ബോധമില്ലാതെയാണ് ഡാൻസ് ചെയ്യുന്നത്. ഈ സൗണ്ട് സൈക്കിളും കേൾക്കുകയാണ്. സൈക്കിൾ സുമിത്രയുമായി ഡാൻസ് ചെയ്യുകയാണ്. മറുവശത്ത് മഹി ഉറങ്ങിക്കിടക്കുന്നത് കാണുന്ന ബേല റൂമിന്റെ പുറത്ത് ഇറങ്ങുമ്പോൾ ബേലയ്ക്ക് കഴുകന്റെ തൂവൽ അവിടെ നിന്ന് കിട്ടുകയാണ്. അത് കാണുന്ന ബേലയ്ക്ക് ഇവിടെ എങ്ങനെയാണ് തൂവൽ വന്നതെന്ന് ഡൗട്ട് തോന്നുകയാണ്. ബേല ആലോചിച്ച് നിൽക്കുമ്പോൾ ബേലയ്ക്ക് വ്യോമിനെയും ഫാമിലിയെയും ഡൗട്ട് തോന്നുകയാണ്. വ്യോമിന്റെ രഹസ്യം ബേലയ്ക്ക് കണ്ടുപിടിക്കാൻ കഴിയുമോ എന്നും കേശ ആരാണ്, കേശയ്ക്ക് എന്താണ് സംഭവിച്ചതെന്നും വരാൻ പോകുന്ന ബേലയുടെ പുതിയ ശത്രു ആരാണെന്ന് അറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു.